അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ വന്നിരിക്കുകയാണ്. വന്നപ്പോ തന്നെ ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുകളാണല്ലോ. അറിയോ, പബ്ലിക്കിന് ട്രോൾ ചെയ്യാൻ അവസരം കൊടുക്കില്ല, ഞങ്ങൾ തന്നെ മാക്സിമം. ആദ്യം തന്നെ തുടങ്ങിയത് മറ്റേ ഫോണിന്റെ കഥ പറഞ്ഞിട്ടാണല്ലോ. അതെനിക്ക് എപ്പോഴും കിട്ടണ പറയാ. എത്ര ഫോണാ ചേച്ചി? ചേച്ചിക്ക് ഒരു ഫോണ് ചീത്തയായാല് പിന്നെ വേറെ ഫോൺ അത് കൊടുക്കില്ല, അവിടെ തന്നെ ഉണ്ടാവും. അപ്പം അതിൽ കുറേ ഡാറ്റ ഉണ്ടാവും. അടുത്ത ഫോൺ മേടിക്കും. ഇതിൽ മുഴുവൻ ഡാറ്റയും മറ്റേതിലേക്ക് ആഡ് ആയോ എന്നൊരു സംശയം വരും. അപ്പോൾ ആ ഫോണും സേഫ് സൈഡ് അതും വയ്ക്കും. അങ്ങനെ 4 ഫോണുകളുണ്ട്. ഈ 4 ഫോണുകളെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 നമ്മൾ വിചാരിക്കും അത്രയും ബിസി ആയിട്ടുള്ള ബിസിനസ് എന്തോ ഡീലുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഒന്നുമില്ല. ഈ 4 ഫോണുകൾ എന്താ വെച്ചാൽ ഒരു ഫോണ് മിസ്സാകുമ്പോൾ അടുത്ത ഫോണിൽ വിളിക്കുക, ആ ഫോൺ മിസ്സാകുമ്പോൾ അടുത്ത ഫോണിലേക്ക്. ഈ 4 ഫോണും ഇതായിട്ട് പോലും എന്നോട് പറയാം എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കാം. ശരിക്കും ചേച്ചി കളി കേൾക്കാം. 4 ഫോണിന് 4ൻ്റെതായിട്ടുള്ള യൂസ് ഇല്ലേ? പിന്നെ എനിക്ക് ഡാൻസിന്റെ ഒരുപാട് ആവശ്യങ്ങൾക്ക് സ്റ്റോറേജ് ഫുള്ളാവും. അപ്പോൾ അങ്ങനെയാണ് ഒരു ക്ലാസ്സിലേക്ക് ഒരു ഫോണ്, പിന്നെ എൻ്റെ പേഴ്സണൽ യൂസിന് ഒരു ഫോണ്, പിന്നെ എനിക്കൊരു ഫോണ്. അല്ല അങ്ങനെ വന്നാണ് പോയി. അപ്പൊ മെയിനായിട്ട് ഡാൻസിന്റെ പർപ്പസിനാണ്. ഒന്നും ഉണ്ടാവില്ല, എവിടെയെങ്കിലും വെച്ചിട്ട് പോവാന്നേ ഉള്ളൂ. ഇതൊക്കെ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ട് വരാറുണ്ടോ? അല്ല, ഫോൺ മറക്കല്ല. എനിക്കെന്ത് സംബന്ധിച്ച് ഞാൻ ഒരുപാട് ഫോൺ ഇത്രയും ഫോണിലാണ് ഫോൺ അഡിക്ഷൻ ഉണ്ടോ വെച്ചാൽ ഇല്ല. ഞാൻ ഫോൺ യൂസ് ചെയ്യുന്ന ആളല്ല. വാട്സാപ്പോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അതിലൊന്നും ഇങ്ങനെ ഇരിക്കുന്ന ആളൊന്നും അല്ല. പക്ഷെ എനിക്ക് എൻ്റെ ക്ലാസ് സമയത്തും കുട്ടികൾക്ക് കോൾ വിളിക്കാനും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇത് കഴിഞ്ഞാൽ ഈ ഫോണിനോടത്തേക്ക് നോക്കുക. അതുകൊണ്ട് ക്ലാസ്സിന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫോൺ ഏതെങ്കിലും ഭാഗത്തായിരിക്കും. മനസ്സിലായി. ക്ലാസ് സമയത്താകുമ്പോൾ ഫോണെല്ലാം എൻ്റെ കയ്യിലുണ്ടാവും. കാരണം ആരും വിളിച്ചൊക്കെ എടുക്കാൻ ആ സമയത്ത് ഉണ്ടാവും. പിന്നെ ചോദിക്കുമ്പോഴാണ് ഈ ഫോൺ എവിടെയാവും. അഡിക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ മറന്നു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൺ മറക്കും, ഇപ്പോഴും 3 കിട്ടിയിട്ടുള്ളൂ. അടുക്കളയിൽ എവിടെയെങ്കിലും കാണും. ഈ ഒരു ഫോൺ മാത്രമുള്ള ചേട്ടൻ എങ്ങനെ അഡിക്ഷൻ ഉണ്ടോ? എന്താ എനിക്ക് ഒന്നല്ലേ ഉള്ളൂ. ഫോൺ മാത്രം അഡിക്ഷൻ. ഒന്നിനോട് അങ്ങ് ആത്മാർത്ഥതയാ. നമ്മളിപ്പോ ഒരുപാട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് അതിനോട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല. ഒരെണ്ണം ആകുമ്പോ എനിക്ക് ഒരു ഫോൺ, പിന്നെ ആ ഒരു ഫോൺ എടുത്തിട്ടിരിക്കുക. ചേച്ചി, ഏറ്റവും കൂടുതൽ വൈഫുമാര് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തത് അവരുടെ ഹസ്ബൻഡ് ബാത്റൂമിൽ ഫോൺ കൊണ്ടുപോയി മണിക്കൂറുകളോളം ഇരിക്കുന്നതാ. ഇത് എവിടെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഫോണും കൊണ്ട്? ബാത്റൂമിലില്ല. എല്ലായിടത്തും ബാത്റൂമിലെ റെസ്റ്റ് ഉള്ളൂ. അല്ല, അങ്ങനെയല്ല കേട്ടോ. എന്ന് വെച്ചാൽ കൂടുതലും ഈ പറയുന്ന എൻഗേജ്ഡ് ആയിരിക്കുന്ന സമയങ്ങളില്ല, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒന്ന് ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ ടി വി കാണാറില്ല, വെറുതെ ഡയലോഗ് ഇടുക. ടി വി ഒന്നും കാണില്ല. ഈ ഷാർട്ട് ടി വി കാണുമ്പോഴല്ലോ നമ്മളോട് വർത്താനം പറഞ്ഞിട്ടിരിക്കുക. ആ സമയത്ത് ഇതൊന്ന് കാണുക പറഞ്ഞിട്ട് ഇങ്ങനെ പറയൂട്ടോ. എന്നിട്ട് ആ കാര്യം ഇപ്പൊ നമ്മൾ ഷാർട്ടം പറഞ്ഞ സാധനം കാണുമ്പോൾ അതിന്റെ ഇടയിൽ കൂടി നമ്മളോട് വർത്താനം പറഞ്ഞു. എൻഗേജ്ഡ് ആയിരിക്കണമെന്നേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് ബോറടിയാ. ആകെയുള്ള ഇപ്പൊ ഫോണല്ലോ ഉള്ളൂ. അപ്പൊ നമ്മള് ഫോണിലൂടെ. അതെ, ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലേ? പലർക്കും കംപ്ലൈന്റ് വീട്ടിൽ ഹസ്ബൻഡ് മിണ്ടുന്നില്ലെന്നൊക്കെ ആയിരിക്കും. ഇത് സംസാരിച്ചോണ്ടിരിക്കല്ലേ. പക്ഷെ ഈ ഫോണ് നോക്കുക, റീൽസ് കാണാണ്. ഇത് നോക്കുമ്പോ വിളിച്ച എന്ത് പറഞ്ഞാലും കേക്കില്ല. അതങ്ങനെ തന്നെയാണ്. ഇൻവോൾവ്മെന്റ് വേണ്ടേ ആ ഫോണില്? അല്ല, റീൽസ് ഒക്കെ അതിനകത്ത് നല്ല ചിലപ്പോ നല്ല മാറ്റർ ആണെങ്കിലോ. അതെ, ഏത് ടൈപ്പ് റീൽസ് ഏറ്റവും ഇഷ്ടം? ഞാൻ ഹ്യൂമർ കണ്ടിട്ട് അപ്പൊ തന്നെ നമ്മളെ വിളിച്ച് കാണിക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് ചിലപ്പോ നല്ല തിരക്കിലാണ്. ഞാൻ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചൂടെ, ഒന്ന് നോക്ക് അങ്ങനെ വിളിക്കും ഇത് കാണുമ്പോ. പിന്നെ കുറെ സേവ് ചെയ്ത് വെക്കും, മക്കൾക്ക് ചെയ്യാനുള്ള പോലത്തെ റീൽസ് ഒക്കെ സേവ് ചെയ്ത് വെക്കും. ഇതന്നെ ഫോൺ. നമ്മൾക്ക് ഏറ്റവും മിസ്സായിക്കൊണ്ടിരിക്കുന്നത് നല്ല ഹ്യൂമറാണ്. ബാക്കിയെല്ലാം അവൈലബിളാണ്, പുതിയ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാം കിട്ടും. പക്ഷെ ഒരു നല്ല തമാശ കേട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ലൈഫിൽ ഇന്ന് ഏറ്റവും നമുക്ക് സാധ്യതയില്ലാത്ത നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലേ ഇപ്പൊ? ഒരുപാടുണ്ട്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കോമഡികൾ വരുന്നത്. ചില വീട്ടമ്മമാരൊക്കെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുക. അപ്പൊ നമ്മൾ ചിലപ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. നമ്മൾ കുറച്ച് സമയത്ത് അപ്പൊ എപ്പോഴും പറയും, ഇപ്പൊ വൈകുന്നേരങ്ങളിൽ ടി വി കാണുമ്പോൾ അപ്പോൾ വൈഫ് പറയും വിഷമമുള്ളതും ദുരന്തങ്ങളും ഒന്നും ന്യൂസ് ഇടണ്ടെന്ന് പറയും. ന്യൂസ് ഇടണ്ടെന്നാണ് ആദ്യത്തെ റിക്വസ്റ്റ്. അപ്പം നമുക്കെന്ന് വെച്ചാൽ ഓക്കെ, നമുക്ക് ന്യൂസ് കാണണ്ടേ, എന്തൊക്കെ കാര്യങ്ങളെന്ന് അറിയാം. പക്ഷെ പുള്ളിക്കാരത്ത് പറയും രാത്രി ഇത് ഇടരുത്, ഇട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ രാത്രി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റും. അപ്പൊ രാത്രി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവര് കുറേ
കുക്കിങ്ങിന്റെ ഹിമാലയത്തിലോ കൊറിയയിലൊക്കെ ഉള്ള വില്ലേജ് കുക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ആ മറ്റേ തമിഴ്നാട് അവരുടെ തമിഴ്നാട്ടിലല്ലാണ്ട് നമ്മുടെ ഹിമാലയത്തില് എന്താ എന്ത് 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 ബുദ്ധ എന്തോ അറിയില്ല ഒന്നുമില്ല എല്ലാം എണ്ണയില് ലാച്ചി ബുദ്ധ പറഞ്ഞിട്ട് ഒരു ഹിമാലയത്തിന്റെ താഴെ താമസിക്കുന്നതാന്ന് തോന്നുന്നു അവര് അവരുടെ ഒരു ശരിക്കും അവര് ഇവരെ പറ്റിക്കാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം വെച്ചാൽ എല്ലാം എണ്ണയിലങ്ങ് കുറെ സാധനം ഇടുക ഇടുക പച്ചക്കറി കുക്കിംഗ് കിട്ടിയാൽ കണ്ടുപിടിക്കാനല്ല കേട്ടോ അത് അത് കണ്ടുപിടിച്ച് കാണുമ്പോ ഒരു കണ്ണിനൊരു കുളിർമ നമുക്കൊരു സന്തോഷം അപ്പൊ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് കണ്ടു തുടങ്ങിയതാ ഇപ്പൊ വ്യൂവേഴ്സ് കൂടുതല അച്ഛൻ അമ്മ ഞാന് ഞങ്ങളുടെ ഒരു ടൈപ്പ് ഇപ്പൊ അതെ ഈവനിങ് അതൊരു രാത്രി രാത്രി ഈ കുറച്ച് ടൈപ്പിന്റെ അത് ടേസ്റ്റിലേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് അപ്പൊ ഒന്നും വായി വയ്ക്കാൻ കൊള്ളുന്നില്ല ദുഷ്ട നിങ്ങളത് സ്ഥിരം കാണരുത് ഒരു എണ്ണ തിളപ്പിച്ചിട്ടേ എന്ത് കയ്യിൽ കിട്ടിയാലും ഇങ്ങനെ ഇടുന്നൊരു കുക്കിങ് അതായത് ഇങ്ങനെ കാട്ട് ഇതാണെന്ന് തോന്നുന്നു ചേച്ചി അത് കണ്ട് എന്തെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല കാരണം ആ അധികം സാധനം വൈകാതെ നമുക്ക് വരുമത്. കണ്ടിട്ട് എന്താന്ന് മനസ്സിലായി കാരണം അത് ആകെ അതിന് നമുക്ക് അറിയുന്നത് പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ അത് തന്നെ അവർ കുഴിച്ചെടുത്തോണ്ട് വന്ന് ചെയ്യും പക്ഷെ ആ ഒരു പാറ്റേൺ നമുക്ക് ഈ ASMR വീഡിയോ പോലെ സൗണ്ടുകളായിരിക്കും അല്ലേ കൂടുതൽ ഇവരിങ്ങനെ ഇടുന്നത് ഇടുന്നതും എന്ന് വെച്ചാൽ ഇവർ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ ഇവർ അന്യോന്ന് വർത്തമാനം പറയണ്ട ആ സാധനം ഒന്നുമില്ല ഇല്ല. പക്ഷെ ഇവരിങ്ങനെ എന്നുവെച്ചാൽ അവർക്ക് മിണ്ടാൻ പറ്റില്ല അതിനെ കുറിച്ച് ഒന്നും പറയാനില്ല തിന്നാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരില്ലേ സാധനം കൊണ്ടുവരാ ഉണ്ടാക്കുക തിന്ന പോയി പക്ഷെ അത് തിന്നുന്നത് കാണിക്കുന്നതാണ് ഉണ്ടോ എന്തെല്ലാം ഉണ്ട് എല്ലാം കാണിക്കുന്നുണ്ട് ഈ ഭക്ഷണം ഇപ്പൊ വായു വെക്കാൻ കൊള്ളില്ല എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഇടി കിട്ടുമായിരിക്കും കേട്ടോ ആ ഇല്ലില്ല ഭക്ഷണം എന്ന് വെച്ചാൽ ഭക്ഷണം എപ്പോഴും നല്ലത് നല്ല എനിക്ക് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആണ് എന്റെ പറ ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്റെ ഏറ്റവും ഒന്നുണ്ടോ പ്ലേറ്റ് മറിച്ചുണ്ടോ അല്ല ഞാൻ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പ്രധാനം അത് കറക്റ്റായാലും എനിക്ക് മൊത്തം കുഴപ്പമാണ് എന്താ ഏറ്റവും ഇഷ്ടം അങ്ങനെയല്ല ചോദിക്കും എന്നോട് അപ്പൊ കൂടുതലും പുട്ടൊക്കെ അല്ല ഷാർട്ട് എന്ന് വെച്ചാല് നമുക്കിവിടെ ഇഡ്ഡലിയും ദോശയും കോമൺ ആണ് പക്ഷെ ഏട്ടന് എന്തെങ്കിലും എക്സ്ട്രാ വേണം അപ്പോൾ അതുണ്ടെങ്കിലും അതിന്റെ കൂടെ ഈ പുട്ടോ ഇഡ്ഡലിയോ അപ്പമോ അങ്ങനെ എന്തെങ്കിലും ഷാർട്ടിൻ്റെതായ കുറച്ച് സാധനങ്ങളുണ്ട് നീർദോശയോ അങ്ങനെ എന്തെങ്കിലും എല്ലാം നന്നായിട്ട് ഉണ്ടാക്കും പക്ഷെ സമയമില്ല ആ രാവിലെ ഡാൻസ് രാവിലത്തെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം രാവിലത്തെ എന്തായാലും ചെയ്യും ഉച്ചക്കത്തേക്കുള്ളത് പക്ഷെ ഉച്ചയ്ക്ക് അമ്മയുണ്ടല്ലോ അപ്പൊ എനിക്ക് നോൺ വെജ് ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കയറേണ്ട ആവശ്യമുള്ളൂ രാവിലത്തെ പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിൽ കോംപ്രമൈസ് ഇല്ല ഇല്ല ഞാൻ ഷാവട്ടൻ പോണ സമയത്ത് ഞാൻ ഒന്ന് ചവിട്ടും ഷാവട്ടനില്ലെങ്കിൽ ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പിക്കും ഷാജേട്ടൻ എന്തെങ്കിലും കുക്ക് ചെയ്യോ ചെയ്യുമായിരുന്നു ഇപ്പൊ പിന്നെ അങ്ങനെ ഒരു അവസരമില്ല ഇല്ല ചെയ്യും നോൺ വെജ് ഒക്കെ നന്നായിട്ട് ചെയ്യും ഞാൻ ഫിഷ് കറിയും ചിക്കൻ കറിയൊക്കെ വെക്കും അതെ അങ്ങനെയുള്ള ചില ഇപ്പൊ പരീക്ഷണങ്ങൾ കൊറേ ആയാലും വെച്ചിട്ട് അതെന്താ പക്ഷെ അതിനൊരു അവസരം കിട്ടുന്നില്ല അടുക്കള ഫ്രീ ആവണ്ട റെഡി 2 ദിവസം ഇന്ന് ഉച്ചയോടുകൂടി ഞങ്ങൾ വെച്ചൊഴി ഇവിടുത്തെ വേറൊരു വലിയൊരു കുക്കിന്റെ വീഡിയോ ഇപ്പൊ യൂട്യൂബില് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ ആ കുക്ക് അവസ്ഥ കൊണ്ട് കുക്ക് ചെയ്ത് കൊടുക്കുക കുക്കിന് ജോലി കിട്ടി ഒരു അവള് ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് അല്ല PG-യില് അവള് ഒരു PG-യില് താമസിക്കുന്നത് അപ്പൊ അവള് എന്നോട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഫുള്ള് സാലഡ്സും അങ്ങനെയൊക്കെ മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ വിചാരം ഈ സാലഡ്സ് വാങ്ങി കഴിക്കാനുള്ള പ്ലാനിലാണ് ഇവിടെ പുറപ്പെട്ടത് പോയത് അവിടെ ചെന്നപ്പോ സാലഡിന് നല്ല വില അങ്ങനെ അവൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി പയറുകറിയും എന്തൊക്കെയോ വെക്കുന്നുണ്ട് അവരൊന്നും പറയാം അച്ഛാ ആപ്പിളിലൊക്കെ എന്താ വില അതുപോലെ ഈ പറയുന്ന രീതിയിൽ അയ്യോ മറ്റേ ഉരുളക്കിഴങ്ങൊന്നും സഹിക്കാൻ 1 കിലോയ്ക്ക് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇവിടെ നിന്ന് വാരിക്കോരി തിന്നിട്ടും കളഞ്ഞിട്ടും ഒക്കെ ചെയ്യും ഒരു ദിവസം രാവിലെ അമ്മയ്ക്ക് അറിയോ ഒരു കാര്യം അറിയോ അമ്മ ഇന്ന് ഫോൺ എടുക്കാത്ത ഞാൻ പറഞ്ഞു എന്താ കാര്യം വെളിച്ചെണ്ണയ്ക്ക് എന്താ വില അമ്മ അത് ശരി കുട്ടികൾ എപ്പോഴും സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങുമ്പോഴേ അവർക്ക് അറിയുള്ളൂ അവര് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് ഇതിന്റെ വാല്യൂ പഠിച്ചോണ്ടിരിക്കുക ഞാൻ ഇപ്പൊ അവള് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ അവള് ഇവിടുന്ന് അത്യാവശ്യം ഇത് എന്താണ് അവളുടെ ബർത്ത്ഡേക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടത് ചോദിച്ചപ്പോഴേ 1 ലിറ്റർ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കൊടുത്തുവിട്ടാ മതി അയ്യോടാ